ഹലോ ഹായ്. ഞാൻ ഇന്ന് പോണത് അരീക്കോട് അസിയാൻ ഗോൾഡിലേക്കാണ് കേട്ടോ. അപ്പം കുറച്ച് സ്വർണം പർച്ചേസ് ചെയ്യാനുണ്ട്, നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പോൾ ഞാൻ പോവുകയാണ്. ഒരു വഴിയിലൂടെ പോകണ ഞങ്ങൾക്ക് കുറച്ച് റോട്ടുമൊക്കെ അങ്ങോട്ട് കയറാണ് കേട്ടോ, ബസ് കയറാൻ വേണ്ടിയിട്ട്. റോട്ടുമൊക്കെ കൂടെ കുറച്ച് പോയിട്ട് വേണം ഞങ്ങൾക്ക് ബസ് കയറാൻ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബസ് വന്ന് ഞങ്ങൾ ബസ്സിൽ കയറി അരീക്കോട്ടേക്ക് പോവുകയാണ്. അരീക്കോട്ടേക്ക് പോണ ഇതാണിത്, ബസ്സിൽ ഇരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ അരീക്കോട് എത്തി. അസിയാൻ ഗോൾഡിലേക്ക് ഞങ്ങൾ കയറാൻ പോവുകയാണ്. അപ്പം അസിയാൻ ഗോൾഡാണിത്, നല്ല സെലക്ഷൻ ഉണ്ട് അസിയാൻ ഗോൾഡിൽ. അപ്പോൾ ഞങ്ങൾക്ക് അനിയത്തി വരാണ്ട്, അനിയത്തിൻ്റെ കുട്ടിക്ക് പണ്ടെടുക്കാണ്ടായിനി. അപ്പോൾ അനിയത്തി വരാണ്ട്, അപ്പോൾ അവളെയും കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ, ഷോറൂമിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം. അപ്പോൾ അവിടെയുള്ള ഓരോ സെലക്ഷൻ കാണട്ടെ. ഇതൊക്കെ ഇയറിങ്സ്, കൊലറിങ്സ് ഉണ്ട്, ബ്ലാങ്കറ്റ്സ്, ചെയിന്, പാദസരം, ഹാൻഡ് ചെയിന് ഒക്കെ നല്ല അടിപൊളി സെലക്ഷനാണ്. നല്ല മോഡേൺ ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഈട് നിൽക്കുന്നുണ്ട് കേട്ടോ. സ്വർണ്ണത്തിനൊക്കെ വേഗം പൊട്ടലോ ഒന്നും വരുന്നില്ല. ഞാനൊക്കെ 8 വർഷമൊക്കെ ആയിട്ടുണ്ട് ഇവിടുത്തെ സ്വർണ്ണം ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്കിനി ഉള്ളിലെ കുറച്ച് കാര്യങ്ങളും കൂടി കാണാം. അപ്പോൾ നമ്മൾ അനിയത്തിനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അനിയത്തി കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്.
പിന്നെ ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. കുട്ടികൾക്ക് ചെയിന് വേണം, കൈ ചെയിന്, മോതിരം എല്ലാം വേണം. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഒരു പവനാണ് കേട്ടോ. കൂലിയിൽ മാറ്റം ഉണ്ടാവും. ഇതിപ്പോ മുക്കാലുണ്ട്. ഇപ്പൊ ഇതിൽ നിന്ന് ഒരു പവൻ എടുക്കുമ്പോൾ ഇതിനാറ് കുറച്ച് ഏറ്റവും താഴെയുള്ള പണിക്കൂലി എത്രയാ? 3000 ആണോ 2000 ആണോ? അങ്ങനെയില്ല. ഓരോ 440 നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ശരി. അപ്പോൾ എനിക്ക് തോന്നിയിട്ടോ, ഞാനിപ്പം മേക്കാത് കുത്തണം വിചാരിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു മേക്കാത് എടുത്താലെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മേക്കാത് സെലക്ട് ചെയ്യാൻ വേണ്ടി പോയി. അവരവിടെ ചെയിന്, അതുപോലെ വള, പിന്നെ റിങ്സൊക്കെ വാങ്ങുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഹാൻഡ് ചെയിനൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അവരത് വാങ്ങുമ്പോഴേക്കും എനിക്ക് എൻ്റെ മേക്കാതും കൂടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനും മേക്കാത് സെലക്ട് ചെയ്യാൻ പോയി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മേക്കാത് ഏതാണെന്ന് ഞാൻ ആദ്യം കല്ല് നോക്കി, ബ്ലാക്ക് കളറിൽ നോക്കി. പക്ഷേ ബ്ലാക്ക് കളർ സ്റ്റോൺ ആയിട്ടുള്ളത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വൈറ്റ് സ്റ്റോണിലൊരു പിന്നെ മേക്കാത് എടുത്ത്. ഞാൻ എടുക്കണത് എടുക്കാൻ മതി കേട്ടോ. ഇതെത്ര വരുവാടാ? ഇത് നോക്കിയാ ആ ബ്ലാക്ക് കല്ലിന് നോക്ക്, വെയിറ്റ് നോക്ക്, വെയിറ്റ് അടുത്തൊന്ന് തൂക്കി വയ്ക്കുക. കല്ലുമേരി കൂടും. കല്ല് പോവില്ല ഇതിൻ്റെ. ഇത് രസമുണ്ടോ? വാങ്ങിയില്ലേ? അത് എത്ര ഉണ്ടടാ? അപ്പോൾ എത്ര ആവും? അല്ലെങ്കിൽ ഇതിൽ വെക്കാലും മതി. ഉണ്ടല്ലോ ഇത് നോക്കിയൊക്കെയാണ്. ഇതിട്ടോ ഇതെത്ര വരുന്നൊക്കെയാണ്? ഇത് കുറച്ച് കാല് നീളണ്ടാണ്. കല്ലൊന്നും വേണ്ട കേട്ടോ. ഇതാണ് അതിലേറെ രസം തോന്നുന്നുണ്ട്. എന്നാ ഇത് കൊടുത്താളെ, ഇതെടുത്ത് വയ്ക്കുക. എന്താ അതിലേറെ രസം തോന്നുന്നത്? നല്ല ഭംഗിയുണ്ട്. ഇത് നല്ല രസമാണ്. മറ്റേ ബ്ലാക്ക് കല്ലല്ലേ ഇമല് വേണ്ട. എനിക്കിത് കല്ല് നീളമുണ്ട്, കമ്മല് നീളം. ആ അത് കളഞ്ഞ് പിടിച്ചാണ്ട് എവിടെ ഞാൻ കാണില്ലല്ലോ. എൻ്റെ പുതിയാപ്പിളക്ക് വിട്ടെടുക്കുമാണ്. 3000. ഇതോ ചെറിയ കുട്ടിക്കല്ലോ. എത്ര പണിക്കൂലി മാത്രം പറഞ്ഞാൽ? 1255. ഫിക്സ് നല്ല ടൈറ്റ്. ക്യാമറ ചെക്ക് ക്ലിയർ. അത് നിങ്ങളുടെ മറ്റേ കണ്ണൊക്കെ നല്ല ഗ്യാപ്പുണ്ട്.
അത് ഇരുമ്പോഴും റേറ്റ് ഉണ്ടാവും സ്റ്റോണിന്. അത് ഞാനങ്ങനെ പെട്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ 10 മില്ലി ഇത് നോക്കണം ഉറപ്പുകളെ കൂടുതലാണ്. അപ്പം എൻ്റെ മേക്കാതാണ് ഇനി പൊതിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വേഗം പൊതിഞ്ഞ് തരാൻ പറഞ്ഞു. കാരണം ഇതിൻ്റെ കൂടെ എനിക്കൊരു ഗിഫ്റ്റും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 2 കപ്പ് കിട്ടിയിട്ട് നമുക്ക് ചായ ഒക്കെ കുടിക്കാൻ പറ്റിയ കപ്പും കിട്ടി. ഞാനിവിടെ നിന്ന് വാങ്ങല്. അപ്പോൾ എനിക്ക് എന്ത് വാങ്ങുകയാണെങ്കിലും അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് എന്തായാലും ഉണ്ടാവും. പിന്നെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഗിഫ്റ്റ്. അതുപോലെ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. പിന്നെ അവൾ റിങ് എടുക്കാൻ നോക്കി. അപ്പോൾ ആ റിങ് കൊടുത്ത് പിന്നെ ഞാൻ എൻ്റെ മേക്കാതിൻ്റെ സ്റ്റഡ് ഞാൻ ബാഗിലൊക്കെ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ അവിടുന്ന് നമുക്ക് തോക്കടിച്ച് തരുമല്ലോ നമ്മൾ കാതിന്. അങ്ങനെയാണല്ലോ സ്റ്റഡ് കുത്തൽ. അപ്പോൾ അങ്ങനെ കുത്താൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. കാരണം അത് സ്വർണ്ണമല്ല കേട്ടോ. സ്വർണ്ണത്തിന് പകരം ഇങ്ങനെ സ്വർണ്ണമാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അങ്ങനെ കുത്തിയെടുക്കുന്ന പറഞ്ഞത്. പക്ഷേ ഇതായപ്പോൾ ഇങ്ങനെ തോക്കടിച്ച് തരികയെന്ന് പറഞ്ഞു. അങ്ങനെ അതും കഴിഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം വാങ്ങി ഞങ്ങളൊരു 4 ലക്ഷത്തിൻ്റെ അടുത്തുള്ള സ്വർണ്ണം ഞങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോരാനായപ്പോഴത്തേനും ഒരുപാട് നേരമായിരുന്നു. 9:30 ടൈം. അപ്പോൾ ജ്വല്ലറി വർക്ക് അടക്കും വേണം. പിന്നെ അപ്പം ഒരാൾ ജ്വല്ലറി സ്വർണ്ണങ്ങളൊക്കെ പിന്നെ വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട്, എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പോരാനായും ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ബില്ലടിക്കാനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഒരുപാട് നേരം വൈകി. അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോരുകയാണ്. ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങി പോരുകയാണ് ഞങ്ങൾ. ഒരു 9:30 ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോൾ. അപ്പം നിൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.